ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവവും കൂടി നടക്കുന്നു. സേവിയോ ബോട്ട് സർവീസ് നടത്തിയിരുന്നില്ലേ, ആ ബോട്ട് സേവിയോയ്ക്ക് നഷ്ടമാകുന്നു. കാരണം അത് ലീസിനെടുത്തതായിരുന്നു. കാലാവധി കഴിഞ്ഞു, ബോട്ട് നഷ്ടപ്പെട്ടു. അടുത്ത് എന്ത് ജോലി ചെയ്ത് ജീവിക്കുമെന്ന് സേവിയോയും തോമസും വെട്രിയുടെ മകളായ കുട്ടിയായ റോസമ്മയും ചേർന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ഒരു ഐഡിയയും കറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്നില്ല. ഈ സമയം തോമസ് ഒരു ഐഡിയ പറയുന്നു. പണ്ട് വാൾട്ടർ കൊച്ചിയിൽ ഒരു ഐറ്റം ഇറക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലേ, അത് നമുക്ക് ചെയ്താലോ എന്ന് തോമസ് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സേവിയോ പറയുന്നു, കോസ്റ്റ്യൂം ഗുസ്തി ഒരിക്കലും ശരിയാകില്ല. സേവിയോ ആദ്യം ഒന്ന് എതിർത്തെങ്കിലും തോമസിന്റെ ഐഡിയ കറക്റ്റാണെന്ന് സേവിയോയ്ക്ക് മനസ്സിലാകുന്നു. എന്നാൽ തോമസിന്റെ മനസ്സിൽ ഒരു സംശയം പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. കാരണം ഈ കോസ്റ്റ്യൂം ഗുസ്തി അഥവാ റെസ്ലിംഗ് ഇത് നടത്താനുള്ള ആൾ വേണ്ടേ? ഇതിനുള്ള ഉത്തരം സേവിയുടെ കയ്യിലുണ്ടായിരുന്നു. സേവിയുടെ 4 സുഹൃത്തുക്കൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അന്നായിരുന്നു. എന്തോ ചെറിയ ഗുണ്ടായിസം കാണിച്ചിട്ട് അകത്തു പോയതാണ് ഈ 4 പേരും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ 4 പേരെയും കാത്ത് സേവിയവും തോമസും ജയിലിന്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ 4 പേരും വ്യത്യസ്ത ശരീര ഘടനയുള്ളവരായിരുന്നു. ഈ 4 പേരെയും കാണുന്ന തോമസിന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം 4 പേരെയും വെച്ച് റെസ്ലിംഗ് നടത്തുകയാണെങ്കിൽ ആ റെസ്ലിംഗ് വിജയിക്കും, അത് ഉറപ്പാണ്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ തൻ്റെ 4 കൂട്ടുകാരടുത്തും സേവിയോ ഈ ഐഡിയ പറയുന്നു. കോസ്റ്റ്യൂം ഗുസ്തി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്, ഇതിന് നല്ല സ്കോപ്പാണ്. പക്ഷേ ആ 4 പേരിൽ തടിയനായ സുബ്രു പറയുന്നു, ഇതൊക്കെ ആരാണ് കാണാൻ വരുന്നത് എന്ന് പറഞ്ഞ് സുബ്രു അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന തോമസ് സേവിയോയുടെ അടുത്ത് ചോദിക്കുന്നു, ഇനി എന്ത് ചെയ്യും? സേവിയോ ഉടനെ തന്നെ തിരിഞ്ഞു നടക്കുന്ന സുബ്രുവിനെ പുറകിൽ കൂടി ചെന്ന് ചാടി ഒരു ചവിട്ട് കൊടുക്കുന്നു. ആ ചവിട്ടോടുകൂടി സുബ്രു തറയിൽ വീഴുന്നു. പിന്നെ സുബ്രു ഒന്നും ആലോചിച്ചില്ല, സേവിയോ തൂക്കി ഏറിലോട്ട് എറിയാൻ തുടങ്ങി, അവിടെ ഇട്ട് അടിക്കാനും തുടങ്ങി. ഈ അടി കാണാൻ ആൾക്കാർ ഓടിക്കൂടുകയും ചെയ്തു. അടി കൊണ്ട് തറയിൽ കിടക്കുന്ന സേവിയോ സുബ്രുവിൻ്റെ അടുത്തും കൂടെയുള്ള മറ്റു 3 പേരെടുത്തും പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായില്ലേ ആൾക്കാർ കൂടുമെന്ന്.